ഞാനിത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. വേറെ പുതിയതായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എണീറ്റു, ഉണ്ടാക്കി, അൻസൂന് കൊടുത്തു വിട്ടു, ഞാൻ കഴിച്ചു, ചായ കുടിച്ചു ഒക്കെ ചെയ്തു. എന്നിട്ട് പിസ്സാബി എണീറ്റു. ഇനി പിസ്സ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഒരൊറ്റ ദോശയും വെച്ചിട്ട് ഈ ഒരു ഇരിപ്പ് ഞങ്ങൾ ചിലപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒക്കെ ഇരിക്കും. അപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് ഒരു മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണം, അല്ലാണ്ട് ലിബാം പോലും ഇട്ടിട്ടില്ല. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അല്ലേ, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും. അപ്പം എന്നാൽ പിന്നെ അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ ഇസാ? ഹായ് പറ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, പതിവ് പോലെ തന്നെ ഞാനിത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് നല്ല രീതിക്ക് കുടഞ്ഞ് വിരിച്ചിടുന്നുണ്ട്. അത് അങ്ങനെ ഇട്ടാൽ തന്നെ നമ്മുടെ റൂമിനൊരു പകുതി ഒരു വൃത്തി വന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി ഒതുക്കി വെക്കുക, അതൊക്കെ തന്നെയാണ് ചെയ്യാറ്. കാരണം പിസ്സ കൂടി ഉള്ളത് കാരണം കൊണ്ട് അവൾ ഓരോ സാധനങ്ങൾ വലിച്ചിടുമ്പോൾ നമ്മളത് അതുപോലെ തന്നെ നല്ല രീതിക്ക് എടുത്ത് വെക്കും. അപ്പോൾ തന്നെ നമ്മുടെ റൂമിന് പകുതി ഒരു വൃത്തി വന്ന പോലെ തോന്നും. അങ്ങനെ ഇസാൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞാൻ ചില സമയത്ത് എനിക്ക് മതി നിർത്തും ഞാൻ കൊടുക്കൽ, അങ്ങനെയൊക്കെ ചെയ്യും, ഇരുന്നിരുന്ന് മതിയായിട്ട്. അങ്ങനെ അതിൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നത് കഴുകാനൊക്കെ ആയിട്ട്. അങ്ങനെ ദാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയും ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ട്. ഞാനിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെടിയുണ്ടോ ഇന്നലെ അൻസു കൊണ്ടുവന്നതാ, താഴെ വീണ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഇതിന് ജീവൻ വെപ്പിച്ചതാ. ഇനി ഇത് വളരുമെന്നൊന്നും അറിയില്ല, ഇതിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. വളരുമെന്നൊന്നും അറിയില്ല. വെള്ളമൊക്കെ തെളിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ജീവനൊക്കെ വെപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അജുമാൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വലിയ ക്ലിയർ ഇല്ല കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഞാൻ അവളെ അവിടെ നിന്ന് എടുത്തു കൊണ്ടിട്ട് അവൾക്ക് വായൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുപ്പാൻ ഇതുവരെ പഠിച്ചിട്ടില്ല മൂപ്പര്. ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രഷ് ചെയ്ത പേസ്റ്റ് ഇങ്ങോട്ട് ഇറക്കി വിടുന്നല്ലാണ്ട് തുപ്പാൻ അവൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കന് ഞാൻ ഓൾറെഡി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അരി ഞാനിതാ കഴുകി കഴുകി വെച്ചിട്ടുണ്ട്, കുതിരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ചെയ്തിട്ട് നമുക്കിനി ഇതുണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ 2 എഗ്ഗും പൊട്ടറ്റോയും കൂടെ ഇങ്ങനെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ വെച്ചാൽ മയോണൈസ് ഉണ്ടാക്കാനാണേ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടറ്റോ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ സാധാരണ പൊട്ടറ്റോ ആഡ് ചെയ്തിട്ട് അല്ല എഗ്ഗ് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആവുമെന്ന് അറിയില്ല. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വേറൊരാൾ ഇത് അവിടെ ഇരുന്നിട്ട് പണികൾ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇസാ കണ്ടോ, അവളിങ്ങനെ അവളുടേതായിട്ടുള്ള രീതിയിലുള്ള പണികൾ എനിക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും മാനേജ് ചെയ്യണം, ഇതും മാനേജ് ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ആ സബോള മൊത്തം വാരി, ഞാൻ അരിഞ്ഞു വെച്ചത് സബോള മൊത്തം വാരി നിലത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കണം, എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത്. ഒന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പണി തന്നുകൊണ്ടേയിരിക്കും. പിന്നിൽ നടന്ന് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കലാണ് നമ്മുടെ പണി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയേയില്ല. ചില സമയത്തൊക്കെ അൻസുവിനോട് പറയും, നീ എങ്ങനെയാണ് ഇവളെ സഹിക്കുന്നത്? കാരണം 1-2 മണിക്കൂർ നമ്മൾ ഇവളെ അൻസുവിൻ്റെ അടുത്ത് ഇരുത്തിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അൻസുവിന് മെൻ്റലായിട്ട് നമ്മളെ ഫോൺ ചെയ്യും. ഒന്നും കൂടി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഒറ്റയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇവളെ കൊണ്ട് ഞാൻ 24 hour ഞാൻ നിൽക്കുന്ന എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ പാരൻസിൻ്റെ കാര്യമൊക്കെ ആലോചിക്കും. ഞങ്ങൾ 3 മക്കളെ എങ്ങനെ വളർത്തിയുണ്ടാക്കി സത്യമായിട്ട് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ പരിപാടിയല്ല കേട്ടോ കുട്ടികളെ നോക്കുക എന്നുള്ളത്. അവർക്ക് ഫുഡ് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഞാനിതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മധുഹൂത്താണ് കേട്ടോ. മധുബൂത്ത് അങ്ങനെ മധൂത്ത് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റൈസുകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സാധനങ്ങളും മതി, എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി തരുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. നമുക്കിങ്ങനെ ചിക്കൻ അധികം ഇങ്ങനെ മസാല ഇല്ലാതെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് പരിപാടിയും തീരും. ഞാനിതുപോലെ ഇതുണ്ടാക്കും, അതേപോലെ അറബിക് മസാലാസ് ഉണ്ടാക്കും, വെരി മസാല ഉണ്ടാക്കും. അങ്ങനെ ഒരു വിധത്തിലുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി നോക്കും. മന്തിനേക്കാളും ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മന്തിയെ കഴിക്കാൻ പോവാറ്.
ഇപ്പോൾ ഇതുണ്ടാക്കാൻ പഠിച്ചപ്പോൾ പിന്നെ ഇതുണ്ടാക്കും. മന്തിയും ഇഷ്ടമാണ്, പക്ഷെ മന്തി നമുക്ക് അങ്ങനെ തന്നെ കുറച്ച് മസാലയോട് കൂടിയിട്ടുള്ള മന്തിയാണ് എനിക്കിഷ്ടം. അൻസുവിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് ചിക്കൻ, ഡ്രൈ ആയി മീൻസ് മസാല ഇല്ലാത്ത ചിക്കൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. അങ്ങനെ എന്താ ചിക്കൻ ഇവിടെ കിടന്ന് വേവുന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്തിട്ട് വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഞങ്ങളിവിടെ മധുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മധുഗൂത്ത് എന്താ ഇഷ്ടം മറിയം? ഒരു ഉമ്മതാ മാമച്ചിക്ക്. ഒരു ഉമ്മതാടി കുറുമ്പി, ഒരു ഉമ്മതാടി മറ്റേ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ മയണൈസൊക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളിയായിട്ട് മയണൈസൊക്കെ വന്നിട്ട്, പിന്നെ അതേപോലെ തന്നെ കെച്ചപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മധുത്ത് കഴിക്കാനായിട്ട്. ഇത് കൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക, നല്ല രുചി ഉണ്ടാവും. ഇപ്പോൾ ചിക്കൻ ഇത് അവിടെ വെന്തിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. ഞാനത് ചെയ്തിട്ടില്ല, ചെയ്യട്ടെ. താങ്ക് യു പപ്പ. സന്തോഷായി. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതെന്താ കവറില്? അതന്നെ. രണ്ടെണ്ണൊക്കെ എന്തിനടി കൈ പിടിച്ചിരിക്കണേ? ഇപ്പോൾ ഐസ്ക്രീം തീറ്റ ഒരു പതിവായിട്ടുണ്ട്. അവൾക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊന്ന് ഉറങ്ങി നീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അപ്പോൾ വന്നിട്ട് അക്കുമ്പെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ കോല്, അതായത് കോലുമിഠായി അത്, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞിട്ട് കേക്കിന് വേണ്ടിയിട്ട് കരയും. അപ്പോൾ അൻസു അതാണ് വരുമ്പോൾ തന്നെ അങ്ങനെ എല്ലാ ദിവസവും അതായത് അൻസു എല്ലാ ദിവസവും വാങ്ങിച്ചുകൊണ്ട് ശീലിക്കില്ല. നമ്മൾ ഗ്രോസറിയിൽ നിന്നാണ് കൂടുതലും വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതാ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മൂപ്പർ അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് അവൾക്ക് പൊട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അവൾ അത് അവിടെ ഇരുന്നിട്ട് അതൊക്കെ മേത്തും കയ്യിലും കാലമൊക്കെ ആക്കി ഇനി അതൊരു ക്ലീനിങ് പരിപാടി വേറെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തീരുമ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻസു ഓൾറെഡി പറഞ്ഞു വിശന്നിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്തയോ, ഒന്ന് ആ ഐസ്ക്രീം എടുത്ത് കഴിക്കുക, എന്തെങ്കിലും ചെയ്യും, ഞാൻ വേഗം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണോ അടിച്ചു വരുന്നത്. ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ തുടച്ചിട്ടതാണ് വൈകുന്നേരം. അപ്പോൾ വലിയ ചെളിയൊന്നുമില്ല, പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇസാനെയും കുളിപ്പിച്ച്, അവളുടെ തല ഇന്നലെ കുളിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും തല കുളിപ്പിക്കില്ല. കാരണം അവൾക്ക് 1-2 മുടിയൊക്കെ കൊഴിയുന്നുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളം അത്രയും ഇതാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ തല തോർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മുടി നിലത്ത് വീണ് കിടക്കുന്നതാണ് അവളുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ തല കുളിപ്പിക്കുന്നത് 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ദിവസം കൂടുമ്പോഴാണ്. അഞ്ച് അവിടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോയ്സ്ചറൈസറൊക്കെ തേക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ ഞാനിപ്പോൾ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തേക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അത് തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സംഭവം എടുത്ത് തേക്കുന്ന ലിപ് ബാം ഞാൻ വാസലിൻ്റെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. സെറാവേൻ്റെ മോയ്സ്ചറൈസറും വാസലിൻ്റെ ലിപ് ബാമും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെറാവേൻ്റെ അനിയത്തി കാരണമാണ് ഞാൻ യൂസ് ചെയ്യണം. അവൾ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവൾ വാങ്ങിക്കുമ്പോൾ എനിക്കും കൊണ്ടുവന്ന് തരും, അങ്ങനെയൊക്കെ. പിന്നെ അത് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല തോന്നുന്നു, അതാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ തുറക്കുമ്പോൾ അതാണ്ട് അവൾ വന്നിട്ട് ഓരോന്ന് എടുത്തുകൊണ്ട് പോകും. അതാണ് ഞാൻ പിന്നിൽ പോകുന്നത്. വെറുതെ വാശി പിടിച്ച് കരയും, നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മധുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അൻസു വന്നിട്ട് കേട്ടോ വിശന്നിട്ടായിരിക്കുന്നത്. ഞാനും വിശക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് സംഭവം നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ അങ്ങനെ ഒരു ഓയിലി പോലത്തെ ഒരു ടൈപ്പിലാണ് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒത്തിരി ഓയിൽ കുറവായിരുന്നു, കുറച്ചൊരു ഡ്രൈ പോലെ കിടക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ഫുഡൊക്കെ ഞങ്ങൾക്ക് 2 പേർക്കും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അങ്ങനെ മയണൈസ് അതേപോലെ തന്നെ കെച്ചപ്പും ഫുഡൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എനിക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. കുളിയും കൂടെ കഴിഞ്ഞപ്പോൾ നന്നായി വിശക്കാൻ തുടങ്ങി. ഞാൻ അഞ്ച് പോണ ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഫ്രണ്ട്സിന് വീഡിയോ കോളും ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ചകളിലാണ് അവർ കൂടുതലും വിളിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകാനായിട്ട് അൻസു നേരത്തെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അധികം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും. അതൊക്കെ ഒരു നൊസ്റ്റാണല്ലോ, എല്ലാവരും വിളിച്ചിരിക്കുക, ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കും.
അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇസാക്ക് ഓൾറെഡി കുറച്ച് മധുത്തിൻ്റെ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾക്കും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അതിന് ശേഷം ഞാൻ അവൾക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് രാത്രിക്കും ഉച്ചയ്ക്കുള്ള ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ചോറും തൈരും പിന്നെ അതുപോലെ കുറച്ച് ചിക്കനും കൂടെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മൂപ്പര് ടി വി ഒക്കെ കണ്ടിരുന്ന് കാർട്ടൂണൊക്കെ കണ്ടിരുന്നിട്ട് അത് കഴിക്കുന്നത്. തൈര് ഉണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. തൈര്, ചിക്കൻ, ഫിഷ് ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. കുട്ടില്ലേ എന്ത് കുട്ടില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടോ ഇതാ ഈ ഫോൺ അങ്ങോട്ട് വെച്ചു. ഞാനും കിടക്കട്ടെ. തില്ല ഇസാക്ക് തില്ല തില്ല തുല്ല തില്ല. ഒരു ഉമ്മതാ മാമിച്ചിക്ക്, ഒരു ഉമ്മതാ. താങ്ക് യു. ഒരു ഉമ്മയും കൂടെ. താങ്ക് യു. കിട്ടിയില്ല. എങ്ങടാ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് ഇസ വാഴ 2 കാണാൻ കേട്ടോ. വാഴ 2 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം സമയം പോകാൻ വേണ്ടി അതിൽ നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഹാഷിറിന് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊതുവേ ഈ സിനിമയത്തെ പാട്ടുകളും ഈ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾക്കൊരു ബുൾസയും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു ചായ ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. ബൈ. പുസ്തകം കൊടുത്തു വിട്ടതാണേ. അതൊക്കെ എന്തൊക്കെ ഇതെൻ്റെ അനിയത്തി ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. ഇതിങ്ങനെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നില്ലെങ്കിൽ ഐസ്ക്രീം, അല്ലെങ്കിൽ കേക്ക്, അല്ലെങ്കിൽ ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ ഇപ്പോൾ ഈ കസ്റ്റേർഡ് പുഡിംഗ് ഇല്ലേ, അതാണ് കേട്ടോ അത് പിന്നെ കേക്ക്, പിന്നെ ഐസ്ക്രീം, പിന്നെ ലോലിപോപ്പൊക്കെയാണ് ഇപ്പോൾ ഓർഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് ആണ് തന്നത്. ഇതൊക്കെ ആരാ തന്നത് ഇസാക്ക്? മുത്തു. ഓ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അവരൊക്കെ വിചാരിക്കുന്ന സാധനം അപ്പം തന്നെ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ അനിയത്തി വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ പപ്പച്ചി അവളുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അവളെടുത്ത് താഴേക്ക് പോകും, അല്ലെങ്കിൽ അവൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കും. അതിപ്പോൾ എത്ര രൂപയുടെ ആണെങ്കിലും. ഞാൻ അതിൽ കയറി കൺട്രോൾ ചെയ്യാൻ പോയാൽ തന്നെ അനുസരിച്ച് പറയും അത് എൻ്റെ മോളാണ്, ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഒരു രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ അത്രയും ഇതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. അങ്ങനെ അത് അൻസു തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു 6-6:30 അൻസു എന്തായാലും ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് തിരിച്ചെത്തും കേട്ടോ. പിന്നെ ഞങ്ങളായിട്ടുള്ളൊരു ലോകമാണുള്ളത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ ചായ കുടിക്കും, എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവും, അത് കഴിക്കും, അങ്ങനെ ഇരിക്കും. അല്ല ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നു. എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഒരു റിലാക്സിങ് ടൈമാണ്. എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ മൂന്നാളും കൂടെ. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ടി വി കാണുന്നതല്ല, നമ്മൾ മൂന്നാളും കൂടെയുള്ള ഒരു സമയം, അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്ന ഒരു കാരണം. അതിപ്പോൾ ഞാനെന്നല്ല, എല്ലാ ഭാര്യമാരും ഭർത്താവിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന എല്ലാ ഭാര്യമാരും വിചാരിക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ഒരു ലൈഫിൽ വേറൊരാൾ കയറി ഇൻ്റർഫിയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളുടെ ഇതിൽ നമ്മൾ കയറി ഇടപെടാനോ ഒന്നിനും നമുക്കിവിടെ സമയം ഉണ്ടാവില്ല. നമ്മുടെ കാര്യം നമ്മുടെ ലൈഫ് തോന്നിയവാസം എന്നല്ല, തോന്നിയ പോലെ എന്ന് വെച്ചാൽ നമുക്ക് തോന്നുമ്പോൾ പോകുന്നു, തോന്നുമ്പോൾ വരുന്നു. നമുക്കിപ്പോൾ ഇത് ആരോടത്തെങ്കിലും പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കോട്ടെ, അങ്ങോട്ട് വന്നോട്ടെ, നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം, അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിക്കാനൊന്നും വേറൊരാൾ ഇവിടെ ഇല്ല. നമുക്ക് നമ്മുടെ
നമ്മളെന്താ ഹാപ്പിനെസ് അതാണ് നമുക്ക്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളിവിടെ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെയാണ് ഇത് അൻസു വണ്ടി എത്തിക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡേ ആയത് കാരണം നമുക്ക് പാർക്കിംഗ് ഫ്രീ ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇസാനെ കയറ്റിയിട്ട് ഇസാൻ്റെ സീറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ സീറ്റിൽ മൂപ്പര് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സന്തോഷം എന്ന് പറയുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഫുട്ബോൾ കളി കാണാൻ പോകണമെങ്കിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഭയങ്കര ബോറിംഗ് ആയിരിക്കില്ലേ എന്നൊക്കെ തോന്നും. എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഫുട്ബോളിൻ്റെ ABCD അറിയില്ലായിരുന്നു. ആകെ കൂടെ അറിയുന്ന ഒരു കാര്യം മെസ്സി ഫുട്ബോൾ കളിക്കും, അൻസുവിന് മെസ്സിനെ ഇഷ്ടമാണ്, അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. കാരണം കുട്ടിക്കാണെങ്കിലും ബോറടിക്കും. എത്ര സമയം എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ഇനി അൻസു വരുന്നവരെ അവൾക്ക് ഇങ്ങനെ ആരും കളിക്കാനൊന്നും ഇല്ലാണ്ട് ബോറടിച്ചിരിക്കുക. എന്നെ എത്ര നേരം എന്ന് വെച്ചിട്ടിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ കുറേ കുട്ടികളുണ്ടാവും. പിന്നെ അൻസുവിൻ്റെ കൂടെ കളിക്കുന്ന ഇക്കമാരെയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അവർക്കാണെങ്കിലും അതേപോലെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ ബിൽഡിങ്. അത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ആ ബിൽഡിംഗ് കാണാൻ പറ്റും, ആ ക്ലോക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അൻസു വന്നു. അൻസുവിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അൻസുവാണ് കേട്ടോ ഏറ്റവും ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കളി കാണാൻ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ബേസിക് നോളേജ് ഉണ്ട്. ഇതാണ് ഫർഷാദ് ഗോൾ കീപ്പറായിട്ടും നിൽക്കും. അതുപോലെ തന്നെ ഫുട്ബോളും നന്നായിട്ട് കളിക്കുകയും ചെയ്യും. ഇത് സലാമിക്ക നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ റൂമിലേക്ക്, കുടിക്കുന്ന വെള്ളം. അപ്പോൾ വെള്ളക്കാരാന്നൊക്കെ വിളിച്ച് ഞങ്ങൾ കളിയാക്കാറുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തുടങ്ങും കൊണിച്ചൽ, ഭയങ്കര കൊണിച്ചിയാണ്. അങ്ങനെ അതാ ഫർഷാദ് കണ്ടില്ല അവൾ എടുത്തുകൊണ്ട് പോകുന്നത്. എന്തിനാണെന്നറിയൂ, ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തിന്നാൻ. അവൾക്ക് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അയവർത്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇവരെല്ലാവരും ഉണ്ടാവുമല്ലോ. ഇവരെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മന്തി സ്പെഷ്യലിസ്റ്റ് ഹബി. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വെച്ചിട്ട് എല്ലാവരും ഇവനെ ട്രോളാണാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്സിലൊക്കെ കണ്ടിട്ടില്ലേ, ഹബീനെയും സുബീനെയും ഞാൻ കാണിച്ചു തരാറില്ലേ. ഹബി നന്നായിട്ട് ഗോൾ കീപ്പറായിട്ടും അതേപോലെ നല്ല രീതിക്ക് കളിക്കും, നല്ല അടിപൊളിയായിട്ട് കളിക്കും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ധവൻ ഇസാനായിട്ട് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചായൻ എന്ന് പറയുന്നത് ഇവരുടെ കളിയിൽ നല്ല മുതിർന്ന ഒരു ആളാണ് കേട്ടോ. അതായത് നന്നായി കളിക്കും മൂപ്പര്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ എത്ര നന്നായി കളിക്കും. ഇത് ശങ്കരേട്ടൻ. പിന്നെ അപ്പുറത്തുള്ള പ്രേവി. ഇത് പ്രേവി കേട്ടോ. ഞാൻ പറയാറില്ലേ പ്രേവി അശ്വതി എന്നൊക്കെ. പിന്നെ ഇതാ ഇസാനെ എടുത്ത് നിൽക്കുന്നത് അനീസ്കയാണ് കേട്ടോ. FC സ്ട്രൈക്കേഴ്സിൻ്റെ കോച്ചൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. ഈ താഴെ ഇരിക്കുന്നില്ല, അതാണ് മുബീന, അത് മോമിക്കാൻ്റെ വൈഫാട്ടോ. പിന്നെ ഇത് അശ്വതി. അപ്പം ഞങ്ങൾ 4 വൈഫുമാരും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരുമിച്ച് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കളിയുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ ഫുൾ ഓഫ് ഹാപ്പിനെസ്സിലാണ്. ഞാൻ പറയാറില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിറയെ കുട്ടിപ്പട ഉണ്ടാവുമെന്ന്. അതൊക്കെ ഉണ്ടോ ഇസാനെ എടുത്തുകൊണ്ട് നിൽക്കണേ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കളി കാണാം. കണ്ടില്ലേ അവൾ അൻസുവിനെ അങ്ങനെ പൊലിവ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച അൻസുവിൻ്റെ ശോകം കളിയായിരുന്നു കേട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് ട്രോളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അൻസു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളത് തന്നെ. അതാണ് കേട്ടോ അവൾ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടില്ല, ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്നെ ഒന്നും ആവശ്യമേ ഇല്ല. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരിക്കും, ഭയങ്കര കൈകൊട്ടലും പപ്പച്ചേനെ വിളിക്കലും ഹബിയനെ വിളിക്കലൊക്കെ ആയിരിക്കും, പ്രവീനെ വിളിക്കലൊക്കെ ആയിരിക്കും മൂപ്പരുടെ പണി. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാവും കേട്ടോ. കുറേ ഇങ്ങനെ നമ്മൾ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടമാവും, പിന്നെ ഒരു ഹരമാവും. അപ്പോൾ ഇവർ 4 പേരും കൂടെ ടീമിൽ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ, കുറേ കാലത്തിന് ശേഷം വരുന്നത്. അതുകൊണ്ട് തന്നെ കളി കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട്, നമുക്കൊരു ഹരം പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് വന്ന ദിവസം ഞങ്ങളുടെ ഭർത്താക്കന്മാർ 4 പേരും ഗോളടിക്കണമെന്നും അതുപോലെ ടീം ജയിക്കണമെന്നും ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളും ഉള്ളത്. ഇനിയിപ്പോൾ ആര് നെക്സ്റ്റ് ഗോളടിക്കും, ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചും കളിച്ചുകൊണ്ടിരിക്കും. അതൊരു സന്തോഷമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഇനിയിപ്പോൾ സുമിക്കാണ് ടെൻഷൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹബി ഗോളടിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഗോളടിക്കുന്നതാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അവനൊരു ഗോളടിച്ചു കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇസാബിയും അവളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ചീറപ്പാണ്, കണ്ടില്ലേ. അവളുടെ ഹസ്ബൻഡ് ഗോളടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷത്തിലാണ് അവളുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ടീം തന്നെ ജയിച്ചു കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും കളിച്ചു. മോമിക്ക അടിച്ചിട്ടുണ്ടായിരുന്നു ഗോള്, പക്ഷേ എനിക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ. മോമിക്കാനെ ഞാൻ ഇതാണ് അൻസുവിന് കൈ കൊടുക്കുന്ന
കണ്ടില്ല, അതാണ് കേട്ടോ മോമിക്ക എന്ന് പറയുന്നത്. എല്ലാവരും പരിചയപ്പെടുത്തി തരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ കളി കഴിഞ്ഞ് അവർ ജയിച്ചിട്ട് ഭയങ്കര വീരജയം വരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇസ പോയി നിൽക്കുന്നത് കണ്ടില്ലേ. അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ കുറേ കാക്കമാരുണ്ട്. ആ ഇക്കമാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുക കളിക്കലാണ് പണി. അപ്പോൾ അത് ഓടിക്കൊണ്ട് വരുന്നതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ദൂരെ നിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് വരുന്നത് കാണാനായിട്ട്, അതുകൊണ്ട് എടുത്തത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഞങ്ങളെല്ലാവരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും ജയിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഒരു 10 മണി 10:15 ആവാനായിട്ടുണ്ടാവും. സുമിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ടാറ്റ കൊടുത്തത്. അപ്പോഴേക്കും ഇതാണ് മോമിക്കയുടെ വൈഫ് മുബീന. അപ്പോൾ മുബീന ഡോക്ടറാണ് കേട്ടോ, ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ അൻസു കാലൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹബിക്ക് ഒരു കളിയും കൂടി ഉണ്ട്, അതാണ് കേട്ടോ സൂമ്യ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇതാ പ്രവിയും വൈഫും അശ്വതിയും എല്ലാവരും പോകുന്നുണ്ട്. ഇത് ഷാഹുലിക്ക കേട്ടോ, ഷാഹുലിക്കാനെ ഞാൻ പരിചയപ്പെടുത്താന്നില്ലല്ലോ. അപ്പോൾ ഇത് ഷാഹുലിക്ക. അങ്ങനെ ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അതങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും, ഇത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.